തനിക്കൊരു കുറവുമില്ല എന്ന് ആരെല്ലാമോ പറഞ്ഞ് തനിക്കുള്ള ഇല്ലായ്മകളെ സ്വയം അറിയാതെയും അറിയിക്കാതെയും നോക്കിയ മഹാ അപകടതയുടെ പൊട്ടിത്തെറിക്കലായിരുന്നു ആ കരച്ചിൽ. ഒരു ശില്പലഭ്യതയില്ലായ്മ മാത്രമായിരുന്നില്ല അത്. ഏകാന്തതയുടെയും അവഗണനയുടെയും അലസതയുടെയും അറിവില്ലായ്മയുടെയും പിന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് ആരെല്ലാമോ പറഞ്ഞും പഠിച്ചും വച്ചിരുന്ന അതിസങ്കീർണതയുടെ വെളിപാട് കൂടിയായിരുന്നു. ഉൾത്തല മുതൽ ഉൾക്കാല് വരെ ആഞ്ഞു തറച്ചിരുന്ന ഉള്ളൊരുക്കിന്റെ ഒരു ശിഥിലീകരണം സംഭവിക്കലായിരുന്നു. അധിക നേരം കരയാനുണ്ടായിരുന്നു സിന്ദൂരയ്ക്ക്. ആരും ആശ്വസിപ്പിക്കാനില്ലാത്ത കരച്ചിലുകൾക്ക് കിട്ടുന്ന അന്ത്യം ആദ്യന്തം ആശ്വാസപ്രദമായിരിക്കും. ഹൃദയ വിമലീകരണം അത്രയേറെ സുഖദായകമാണ്. അവൾ എഴുന്നേറ്റ് കരഞ്ഞു കലകിയ കണ്ണുകളിലൂടെ കണ്ണാടി കാട്ടിക്കൊടുത്ത ചിത്രം നോക്കിക്കണ്ടു. 20-ാമത്തെ വയസ്സിൽ വിവാഹ ജീവിതത്തിലേക്ക് പദമൂന്നിയ തന്നെയായിരുന്നു അവൾ അവസാനമായി കണ്ടത്. പിന്നെ വന്ന ആ വലിയ മാറ്റം അവൾ തന്നിലേക്ക് തന്നെ നോക്കി കാണുകയായിരുന്നു. അശ്രദ്ധ കൊണ്ട് നിറമങ്ങിപ്പോയ ഒരു പാഴ് വിഗ്രഹമായിരുന്നു താൻ. വേണ്ട പരിചരണം കൊടുക്കാതെ, കുറവുകൾ തീർക്കാതെ കേടുവന്ന ശില്പം. പച്ചയായ സ്ത്രീ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ വരച്ചു കാട്ടുന്നതാണ് കഥാകാരിയും കവയിത്രിയുമായ അൽഫോൺസ ജോയ് എഴുതിയ സിന്ദൂര എന്ന നോവൽ. എഴുത്തുകാരിയുടെ ഭാഷാ ശൈലിയും അവതരണ മികവും നോവലിനെ അത്യധികം ആസ്വാദ്യകരമാക്കുന്നു. സിന്ദൂരയിലെ പ്രതിപാദ്യ വിഷയം ഒരൊറ്റ ആശയത്തിൽ ഒതുങ്ങുന്നതല്ല. അത് സ്ത്രീ ജീവിതം പോലെ തന്നെ സങ്കീർണവും പല തലങ്ങളുള്ളതുമാണ്. കുടുംബ ബന്ധങ്ങളുടെ ഭദ്രതയ്ക്കെന്ന വ്യാജേനെ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീ സ്വപ്നങ്ങളിൽ ആരംഭിക്കുന്ന നോവൽ കുടുംബമെന്ന സുരക്ഷാ കവചത്തിന്റെ പ്രാധാന്യത്തെ വർണ്ണിക്കാനും മറക്കുന്നില്ല. അവൾ അവളുടെ സമയചതുരങ്ങളിൽ ഒതുങ്ങും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒതുക്കും. അതാണ് സംഹിത. പുരോഗമനവാദികളുടെ ഈ കാലഘട്ടത്തിലും തുടരുന്ന ഇത്തരം അലിഖിത നിയമങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവളുടെ ആഗ്രഹങ്ങൾക്കും വിരാമമേകുന്നു. സ്ത്രീകളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും അടിച്ചമർത്തപ്പെടുന്നു. ചിലപ്പോഴെങ്കിലും അവൾ സ്വയം അവയെ കുഴികുത്തി മൂടുന്നു. ഇക്കാര്യത്തിൽ സിന്ദൂരയും വ്യത്യസ്തയല്ല. കുടുംബത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒരമ്മയായും ഭാര്യയായും കുടുംബിനിയായും അവൾ സ്വയം ഒതുങ്ങിക്കൂടുകയായിരുന്നു. എന്നാൽ അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ ഏകാന്ത നിമിഷങ്ങൾ ചില വർണ്ണലോകങ്ങൾ തീർത്തിരുന്നു. അവയ്ക്ക് ജീവൻ നൽകിയിരുന്ന പച്ചിലപ്പാമ്പ് അത്തരം നിമിഷങ്ങളിൽ അവളിൽ പ്രവേശിച്ച് അവളെ വലിഞ്ഞു മുറുക്കി. അവൾ അതൃപ്തിയായിരുന്നെങ്കിലും തന്റെ സ്വപ്നങ്ങൾക്കായി പൊരുതാൻ ഒരിക്കലും അവൾ തയ്യാറായില്ല. എന്നാൽ പെണ്ണു പൂക്കുന്ന കാലം വരികയായിരുന്നു. നിശീതിനിയൽ വെളുത്ത പൂക്കളാൽ എന്ന പോലെ ജീവിത ഇരുളിച്ചകളിൽ നിന്ന് വിടർന്നു വന്ന പകൽപ്പൂക്കൾ സിന്ദൂരാവ് വിരിയിച്ചെടുക്കുകയായിരുന്നു. കഥയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പച്ചിലപ്പാമ്പ് എന്റെ മനസ്സിലുണ്ടാക്കിയ ചിത്രങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. അവളുടെ സഫലമാകാത്ത സ്വപ്നങ്ങളായും അവളുടെ തന്നെ ഉപബോധ മനസ്സായും അവളെ സ്വാധീനിക്കുന്ന വശീകരണ ശക്തിയായും ഒക്കെ പച്ചിലപ്പാമ്പ് രൂപം മാറിക്കൊണ്ടേയിരുന്നു. ചിലപ്പോൾ അവൾ അതിനെ സ്നേഹിച്ചു, പ്രണയിച്ചു. മറ്റു ചിലപ്പോൾ അളവറ്റ് വെറുത്തു. സ്ത്രീകൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളോടൊപ്പം തന്നെ സദാചാരവാദികളുടെ ഹീനമായ നുഴഞ്ഞുകയറ്റങ്ങൾക്കെതിരെ വൈഗ, അഷ്റഫ് എന്നീ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കഥാകാരി വിരൽ ചൂണ്ടുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയോ അവയിൽ നിന്ന് ഓടിയൊളിക്കുകയോ ചെയ്യുന്നതിന് പകരം ശബ്ദമുയർത്തേണ്ടതിന്റെ ആവശ്യകതയും നോവൽ എടുത്തു കാട്ടുന്നുണ്ട്. മാത്രമല്ല, അവനവനെ തന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും കഥാകാരി ശ്രമിക്കുന്നു. ലളിതമായ ഭാഷാ ശൈലിയോടൊപ്പം കാവ്യാത്മകത ഒന്നിച്ചപ്പോൾ തികച്ചും മാസ്മരികമായ ഒരു വായനാനുഭവം തന്നെയാണ് സിന്ദൂര എനിക്ക് സമ്മാനിച്ചത്. ഇനിയും ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് കൂടുതൽ വായനക്കാരിലേക്ക് സിന്ദൂര എത്തട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇത്തരം സാമൂഹിക പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ എഴുത്തുകാരിയുടെ തൂലികയിൽ നിന്ന് ജന്മമെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.